Hi everyone, Business Buzzന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് Pinterestനെ കുറിച്ചിട്ടാണ്. എന്താണ് Pinterest, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. Pinterest എന്ന് പറയുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഐഡിയാസ് കിട്ടാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ആണ്. പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലായിക്കോട്ടെ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയിട്ട് കുറച്ച് ഐഡിയ കിട്ടാനുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടാനുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് ഉപയോഗിക്കാവുന്ന ഒരു വെബ്സൈറ്റാണ് Pinterest എന്ന് പറയുന്നത്. Pinterestന് വെബ്സൈറ്റ് മാത്രമല്ല ആപ്പ് കൂടിയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കിതൊരു ചെറിയ ബിസിനസ് എന്ന രീതിക്ക് ഐഡിയാസ് കിട്ടാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം, എന്നിട്ട് നമുക്കത് എങ്ങനെയാണ് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ Pinterestൻ്റെ വെബ്സൈറ്റിൽ പോവുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈനപ്പ് പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് കിട്ടുന്നതാണ്. അതിനകത്താണ് നമുക്ക് കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് താല്പര്യമുള്ള കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ് നമുക്ക് താഴെ കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഐഡിയാസ് ഇൻ യുവർ ഫീഡ് ആർ ബേസ്ഡ് ഓൺ ദീസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടോപ്പിക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആണ് എൻ്റെ ഈ താഴെ കാണുന്ന ഫീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു പേഴ്സണൽ എക്സാമ്പിൾ എന്ന രീതിക്ക് വെഡ്ഡിങ് ഡെക്കോർ എന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കാണാം കുറേ വെഡ്ഡിങ് ഡെക്കോർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പം വെഡ്ഡിങ് ഡെക്കോർ ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് ഐഡിയാസ് കിട്ടുന്നത് അനുസരിച്ചിട്ട് എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഇതാണ് Pinterestൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ചില ഡെക്കോറൊക്കെ ഇതിനകത്ത് DIY ഉണ്ടാവും, ക്രാഫ്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ എനിക്കും അതേപോലെ തന്നെ അത് റെപ്ലിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ ഇതൊരു ഗൂഗിൾ ഇമേജസിൽ അടിച്ചു കൊടുത്ത് ഇതേപോലെ തന്നെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് Pinterest ഉപയോഗിക്കുന്നത് എന്നുള്ളത്. Pinterestൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായി കഴിഞ്ഞാൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇത് ഓൾറെഡി സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു വെഡ്ഡിങ് ഡെക്കോർ എന്നുള്ള രീതിക്ക് പിന്നീട് നമുക്ക് എടുത്ത് നോക്കാൻ വളരെ സൗകര്യപ്രദമായിരിക്കും. ഇനി അതുപോലെ തന്നെ എന്തൊരു ടോപ്പിക്ക് കൊടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പാർട്ടി ഗിഫ്റ്റ് ഐഡിയാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ഐഡിയാസ് എനിക്ക് കിട്ടും. ബർത്ത്ഡേ പാർട്ടി ഗിഫ്റ്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ അതിനെ റിലേറ്റഡ് ആയിട്ട് അത്രയും ഫോക്കസ് ആയിട്ടുള്ള അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് വരും. അപ്പോൾ ഇങ്ങനെയാണ് Pinterest ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊരു ടോപ്പിക്ക് നോക്കാം. സ്മോൾ ബിസിനസ് പാക്കിംഗ് ഐഡിയാസ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറച്ച് ക്രിയേറ്റീവായിട്ട് ഓർഡേഴ്സൊക്കെ പാക്ക് ചെയ്ത് അയക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ കിട്ടും. അപ്പോൾ ഇതാണ് Pinterestൻ്റെ ഒരു ഉപയോഗം. നമ്മൾ തലപുകഞ്ഞ് കുറേ കാര്യങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിനകത്ത് ഒരുപാട് പേരുടെ ഐഡിയാസ് ഉണ്ടാവും. അപ്പം ജസ്റ്റ് നമ്മളിതൊന്ന് റെഫർ ചെയ്തെടുത്തിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. പേഴ്സണലി ഞാനിത് ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു സൈറ്റാണ് Pinterest. ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റൊക്കെ ഉള്ള ഒരു ബിസിനസ്സാണ്. അതേപോലെ തന്നെ കുറച്ച് ഇന്നോവേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ആയിട്ട് Pinterest നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഓരോ ഇമേജസിൻ്റെ മുകളിലും ഒരു വെബ്സൈറ്റിലോട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്തുനിന്ന് കിട്ടും. ഓരോ വെബ്സൈറ്റും അവർക്ക് കൂടുതൽ ട്രാഫിക് കിട്ടാൻ വേണ്ടിയിട്ടാണ് Pinterestനകത്ത് അവരുടെ കണ്ടൻറ്റിൻ്റെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കിയിടുന്നത്. പിന്നെ നമുക്ക് കാണാം ഞാനൊരു വെബ്സൈറ്റിൽ പോയപ്പം അതിനകത്ത് എനിക്ക് പാക്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയാസ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു താങ്ക് യു കാർഡ്, അതായത് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തതിന് നമ്മൾ അവരൊരു താങ്ക് യു പറയുകയാണ്. അതുപോലെ തന്നെ ഒരു കാർഡിനകത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ബിസിനസ്സിനെ റിലേറ്റഡ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ പേജസ്, സോഷ്യൽ മീഡിയ പേജസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്കൊരു കൂപ്പൺ കോഡ് പോലെ പ്രൊവൈഡ് ചെയ്യാം. നമുക്കൊരു #ടാഗ് കൊടുക്കാം. അപ്പോൾ അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അത് റെഫർ ചെയ്ത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് നമുക്ക് ഒരുപാട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇവരുടെ വീഡിയോ ഉണ്ട്, അപ്പോൾ അത് വാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾക്ക് വളരെ നല്ലതാണ് Pinterest. ഇപ്പോൾ ഇനിയൊരു എക്സാമ്പിളായിട്ട് ബിസിനസ് കാർഡ്സ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് കാർഡ്സിനെ പറ്റിയിട്ട് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടോപ്പിക്ക് കൊടുക്കാം. അപ്പം ക്ലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് കാർഡാണിത്. അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോമാറ്റിലുള്ള ഒരു ബിസിനസ് കാർഡാണ്.
ഇപ്പോൾ ഇതേ ഇതിലുള്ള ഐഡിയാസ് നമുക്ക് കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇൻസ്പിറേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പിൻട്രസ്റ്റ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു സാധാരണ ഒരു യൂസർ എന്നുള്ള രീതിക്ക് പിൻട്രസ്റ്റ് ഉപയോഗിക്കുന്ന രീതികളെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേഷനാണ് നിങ്ങളുടെ മേഖല എന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതും പിൻട്രസ്റ്റിൽ തന്നെ പെടുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞതെന്ന് മാത്രം. അവരിടുന്ന കണ്ടൻറ്റിൻ്റെ ബേസിലാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് അല്ലെങ്കിൽ ഐഡിയാസ് കിട്ടുന്നത്. അവരുടെ ഈ പോസ്റ്റുകളാണ് നമ്മൾ ഈ കാണുന്നത് മൊത്തം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് അതൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.